ഈ ബുക്കും കൊണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്നും നമുക്കൊരു ട്രിപ്പുണ്ട്. അങ്ങനെ വണ്ടി എടുത്ത് നേരെ നമ്മൾ പമ്പിൽ കയറിയിട്ട് ലാവിഷായിട്ട് നമ്മളൊരു 1500 ഡീസൽ അടിച്ച് പുറത്തോട്ട് നോക്കിയപ്പോൾ നീലാബെരിയുടെ വണ്ടിയും പിന്നെ കരീബിയൻ്റെ വണ്ടിയും അവിടെ ഡീസൽ അടിക്കാൻ വന്നു. അവിടെ നിന്ന് മുന്നോട്ടത്തേക്ക് പോയപ്പോഴും ലച്ചൂസിൻ്റെ വണ്ടി റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കുക. അതെല്ലാം തരണം ചെയ്ത് നമ്മൾ നേരെ ലൊക്കേഷനിലെത്തി. ഇതാണ് ഹാപ്പി ലാൻഡ്. ഇന്നത്തെ ട്രിപ്പ് നമുക്ക് ഹാപ്പി ലാൻഡിലേക്കാണ്. അമ്പലത്തറയിൽ നിന്നുമാണ് നമ്മൾ പാർട്ടിയെ പിക്ക് ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നോക്കിയപ്പം വെറും 3 വണ്ടിയെ കണ്ടോളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്. ഇനി നമുക്ക് പറയാനുള്ളത് ഡ്രൈവേഴ്സിനെ പറ്റിയാണ്. ഇങ്ങനെ അലക്ഷ്യമായിട്ട് പാർക്ക് ചെയ്യണത് ശരിയായ ഒരു കാര്യമല്ല. കാരണം ഇത്രയും ഗ്യാപ്പ് ഉണ്ടാഞ്ഞിട്ടും അതിനിടയിൽ വീണ്ടും ഗ്യാപ്പ് ഇട്ടാണ് അവർ പാർക്ക് ചെയ്യുന്നത്. കാരണം ഇനി അടുത്ത വണ്ടി വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ ആവും. പോരാഞ്ഞിട്ട് ഇവരുടെ പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേസ്റ്റ് ബക്കറ്റ് ഉണ്ടാഞ്ഞിട്ട് പോലും വഴി നീളെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇറക്കിയിട്ടിരിക്കുക. അതൊരു ശരിയായ കാര്യമല്ല. ഇതിന് പുറകെ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിനകത്ത് ഒരു പാറയും. പിന്നെ ഞാൻ ഒട്ടും തന്നെ സമയം കളയാൻ നിന്നില്ല. കൊണ്ടുവന്ന ബുക്കെടുത്ത് കുറേ നേരം അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. 10:30 ഞാൻ ബുക്ക് വായിക്കാൻ തുടങ്ങി. ഒരു 12 മണിയായപ്പോഴത്തേക്കും ബുക്ക് വായിച്ചു തീർന്നു. അപ്പോഴത്തേക്കും ഗ്രൗണ്ട് ഫുള്ള് വണ്ടിയായിട്ടുണ്ട്. ഇവിടെ ബസ്സിനേക്കാൾ കൂടുതലും കാറിലാണ് ആൾക്കാർ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഗ്രൗണ്ട് ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ള കാര്യം ഈ സെക്യൂരിറ്റികളാണ്. അവരുടെ സൈഡിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഡ്രൈവേഴ്സിന് വിശ്രമിക്കാൻ നല്ല ബെഡും പോരാഞ്ഞിട്ട് നല്ല വാഷ്റൂമും എല്ലാം ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. വൃത്തിയുടെ കാര്യത്തിൽ ഒട്ടും പുറകലല്ല ഇവർ. നല്ല വൃത്തിയുണ്ടായിരുന്നു. ഇതിന് ഹാപ്പി ലാൻഡ് ടീമിനോട് എല്ലാ ഡ്രൈവേഴ്സിൻ്റെ വക ഒരു നന്ദി ഞാൻ പറയുന്നു. ചെരുപ്പുകൾ പുറത്തിട്ടിട്ട് വേണം അകത്തോട്ട് കയറാൻ. അതോട് ചേർന്ന് ഒരു അമ്പലമുണ്ട്, പോരാതെ ഒരു കുളവും. ആ കുളത്തിൽ നല്ല താമരകളും. ഒരു 12 കൂടി ഡ്രൈവേഴ്സിന് കഴിക്കാനുള്ള ഫുഡ് എത്തിയിട്ടുണ്ട്. ഒരു ഈജിപ്ഷ്യൻ ശൈലിയിലാണ് ഇവിടുത്തെ മതിൽ മൊത്തം. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. അതായത് ഉച്ചക്കത്തേക്കുള്ള ഫുഡും കിട്ടും, പോരാഞ്ഞിട്ട് വൈകിട്ടത്തേക്കുള്ള ഫുഡും കിട്ടും. ഇവിടുത്തെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് ഫുഡൊന്നുമല്ല, നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. ഫുഡ് വയറ് നിറയെ കഴിച്ചിട്ട് ഇനിയുള്ളത് വിശ്രമിക്കാനാണ്. അങ്ങനെ വണ്ടിയെ ദൂരെ നോക്കിക്കൊണ്ട് ഇവിടെ വിശ്രമിക്കാൻ തുടങ്ങി. ഒരു ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും പാസഞ്ചർ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ വീണ്ടും വരാൻ ലേറ്റായി. പിന്നെ പാസഞ്ചർ എല്ലാം വന്ന് വണ്ടി നിറഞ്ഞു. അങ്ങനെ എല്ലാവരെയും പിക്ക് ചെയ്ത് തിരിച്ച് നമ്മൾ നേരെ നാട്ടിലേക്ക് പോകുക. അങ്ങനെ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ കൊണ്ടെത്തിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് പോവുക. സമയം ഏകദേശം ഒരു 7 മണി കഴിഞ്ഞായിരുന്നു. ഇനിയുള്ള പരിപാടി പഴയതുപോലെ തന്നെയാണ്. വരിക, വണ്ടി ക്ലീൻ ചെയ്യുക, എന്നിട്ട് വണ്ടി ലോക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുക. ഓക്കെ, ബൈ.